ഞാൻ നിങ്ങളോട് പറയാണ്, അടുത്ത നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് വരുന്ന ശനിയാഴ്ചയാണ്. ഇവിടെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അടുത്ത മജ്ലിസ് വരുന്ന ശനിയാഴ്ചയാണ്, റമളാൻ 28-ന് ഇൻഷാ അല്ലാഹ്. അന്നത്തെ മജ്ലിസിലേക്ക് വരുമ്പോഴത്തേക്ക് ചെയ്യേണ്ട ഒരു അമൽ, ബാപ്പയോ ഉമ്മയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവർ ജീവിച്ചിരിപ്പില്ലെങ്കിലും എന്തെങ്കിലും ഒരു ബിർറ്, ഒരു ഗുണം അവർക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. മനസ്സിലായോ? ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒരു സേവനം അവർക്ക് ചെയ്യുക, എന്തെങ്കിലും സന്തോഷത്തിനൊന്ന് കൊടുക്കുക. മരണപ്പെട്ടവരാണെങ്കിൽ ഒരു യാസീനെങ്കിലും അവരുടെ ഖബറിലേക്ക് ഓതി ഹദിയ ചെയ്യുക. ആ അമല് തവസ്സുലാക്കി അടുത്ത ശനിയാഴ്ചയിൽ നമുക്ക് ദുആ ചെയ്യണം. ഇത്രയും മുഅ്മിനീങ്ങൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ അത് മാതാപിതാക്കളോടുള്ള വലിയ ഒരു കടപ്പാട്, വലിയ ഇബാദത്താണ്. അത് തവസ്സുലാക്കി ദുആ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എളുപ്പത്തിൽ ഇജാബത്ത്. നിങ്ങൾ കേട്ടോ? മരിച്ചോലെ പേരിൽ ഒരു യാസീൻ ഓതാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഖബറിലേക്ക് ഉപകരിക്കുന്ന നിലയിൽ നമ്മൾ നിയ്യത്ത് ചെയ്യുക. യാസീനാവാം, സൂറത്തുൽ ഫാത്തിഹകളാവാം, സൂറത്തുൽ ഇഖ്ലാസ് ആവാം, ആർക്കെങ്കിലുമൊക്കെ അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കലാവാം, ആർക്കെങ്കിലും അവരുടെ പേരിൽ ഹദിയകൾ കൊടുക്കലാവാം. ഇതൊക്കെ ഖബറിൽ അവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യമാണ്. എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടാണെങ്കിലും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ അടുത്ത ശനിയാഴ്ച ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ചെയ്തു വരണം. അള്ളാഹിനോട് അത് തവസ്സുലാക്കി നമുക്ക് ദുആ ചെയ്യാനുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഈ പറയുന്നത് ഇന്നിവിടെ വന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഓൺലൈനായി ഇത് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങളോടും ഞാൻ പറയാണ്, ആ റമളാൻ 27-ന്റെ പ്രാർത്ഥനാ മജ്ലിസ്, 28-ന്റെ ആ പ്രാർത്ഥനാ മജ്ലിസ്, അതൊക്കെ കേവലം ഒരു ഓൺലൈൻ കേൾവി മാത്രമാവരുത്. പറ്റുമെങ്കിൽ അന്നത്തെ മജ്ലിസിൽ എത്തിപ്പെടാൻ നിയ്യത്ത് ചെയ്യേ. എല്ലാ കൊല്ലം നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ടല്ലോ. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി തൗബയുടെ മനസ്സോടെ കരഞ്ഞു പിരിയേണ്ട മജ്ലിസാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആ കാര്യം മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. അപ്പാനിമാനും സന്തോഷിപ്പിക്കുക. ജീവിച്ചിരിപ്പ് ഉള്ളവരാ നിൽക്കുക, ഒന്ന് അവരുടെ അടുത്ത് പോയിരിക്കുക, സന്തോഷത്തോടെ അവരോട് സംസാരിക്കുക. അതെന്താണ്? ഇബാദത്താണ്. പറ്റുമെങ്കിൽ ആ ബാപ്പാന്റെ കയ്യൊക്കെ ഒന്ന് പിടിച്ച് നിങ്ങൾ ആ വിരലൊക്കെ ഒന്നിങ്ങനെ പൊട്ടിച്ചു നോക്കി, വിരലൊക്കെ ഒന്നിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക. ബാപ്പാന്റെ കയ്യും കാലൊക്കെ ഒന്ന്, ഉമ്മാന്റെയും കയ്യും കാലൊക്കെ ഒന്ന് തടവി കൊടുക്കുക. കാലിന് നീരുണ്ടോ, വിഷമുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കുക. അത് അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവൂലേ? അവരെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന്. ബാപ്പാക്കും ഉമ്മാക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ മക്കള് വേറെ ഉണ്ടാവും. പക്ഷെ നമുക്ക് എത്രയോ പെരുന്നാളിന് എത്രയോ പെരുന്നാളിന് ഇല്ലാത്ത കാലഘട്ടത്തിൽ ഉള്ളതുപോലെ ഒപ്പിച്ചുണ്ടാക്കി തന്നവരാണവർ. അപ്പൊ സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെ വലിയ ഇബാദത്തിൽ പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ.